നാരായണ 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 പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തപജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യഥ പ്രഭോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിവശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹം ഭാഗ്യം ജനാനാം. നമ്രാണാം സന്നിധത്തെ സതതമഭിപുര തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രം ഗതിം ച. യുദ്ധം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രന്തം ശക്രവാടീ ദ്രുമം അഭിലഷതി വ്യർത്ഥമർഥ്യോരജോയം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ നാരായണ. അനന്യത്രാണൈക പ്രവണ ഹൃദയേ ദേവി ദിശമേധനം ധാന്യം സൗഖ്യം ഹരിചരണ ഭക്തിം ച വിനയം. അസൂയാമാത്സര്യാത്യനുപമ മനോരോഗശമന പ്രവീണാം വാണീം സൽപ്രകര പരമാഹ്ലാദജനനീം. ഇരേഴൂലകിന്നം വേരായി വീളങ്ങുന്ന അരൂദേശാപാദപത്മം വേർവീരിയാതൻ മാനതാരിലെപ്പോഴും ആവിർഭാവിക്കാനുഗ്രഹിക്കൂ. ഹരേ ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പന്റെ നാമങ്ങൾ ജപിക്കുകയും അവിടുത്തെ തൃപ്പാദത്തിന് വീണ് നമസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. നാമങ്ങൾ പാടുന്ന ഭക്തന്റെ അന്ത്യത്തിൽ അമീയം ശ്രീകൃഷ്ണനെത്തിച്ചേരും. അതുകൊണ്ട് ഈ കലികാലത്ത് പ്രത്യേകിച്ചും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. കഴിയുന്നതും ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുക. ചോദിച്ചതിന് മാത്രം മറുപടി പറയുക. അത്ര തന്നെ വേണ്ടു. അതല്ലെങ്കിൽ അപകടമാവും എന്നാണ്. നമ്മൾ എന്തു പറയുന്നു അത് മനസ്സിലാക്കാനുള്ള യാതൊരു ഇതും ഇന്നത്തെ ജനങ്ങൾക്ക് ഈ കലികാലത്ത് പ്രത്യേകിച്ചും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നതും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. അവനവന്റെ കാര്യം നോക്കുക. ഇത് മാത്രം. പിന്നെ അച്ഛനമ്മമാരെ സ്നേഹിക്കുക. അച്ഛൻ അമ്മ നമ്മളെ കാണപ്പെട്ട ദൈവമായിട്ടുള്ളത് അവർ രണ്ടാളുമാണ്. അവർ രണ്ടാളും നമസ്കരിക്കുക തന്നെ ചെയ്യാം. കാല് പിടിക്കാം, നമസ്കരിക്കാം. ഗുരുവായൂരപ്പനും അച്ഛനും അമ്മയും ഒന്നാണ് എന്നുള്ള മനോഭാവത്തോടു കൂടി അച്ഛനെയും അമ്മേനെയും സ്നേഹിക്കുക. അച്ഛനും അമ്മയ്ക്കും വേണ്ട ചെയ്തു കൊടുക്കും. ചെയ്തു കഴിഞ്ഞാൽ ഗുരുവായൂരമ്പലത്തിൽ പോയില്ലെങ്കിലും ഭഗവാനെ വിചാരിച്ചില്ലെങ്കിലും ഭഗവാൻ നമ്മളെ അടുത്തേക്ക് വരും. ഇങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കാണപ്പെട്ട ദൈവങ്ങളാണ് നമുക്ക് നമ്മളുടെ അച്ഛനും അമ്മയും. അതെപ്പോഴും ബോധ്യം ഉണ്ടാവുക.
അവരുടെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ മോനെ നീ നന്നായിട്ട് വരും, അല്ലെങ്കിൽ മോളെ നീ നന്നായിട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടെന്നർത്ഥം. പിന്നെ അതില് ഒരു സംശയം വിചാരിക്കണ്ട. അതാണ് അച്ഛനമ്മമാര്. അവര് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ മക്കള് നന്നാവണം, നമ്മളെ മക്കൾക്ക് വിഷമുണ്ടാവരുത് എന്ന് മാത്രം വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ 10 മാസം ചുമന്ന കൊണ്ട് നടക്കണോ അമ്മ, എന്തൊക്കെ വേദനകൾ അതിനിടയിൽ അനുഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന ആ അമ്മ, അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെ വേണം നോക്കി അന്വേഷിച്ച് നടക്കുന്ന അച്ഛൻ. അപ്പോ അച്ഛനും അമ്മയും അവർ രണ്ടാളും ആണ് ഏറ്റവും വലുത്. ഗുരുവായൂരപ്പനോളം തന്നെ തുല്യാണെന്നർത്ഥം. നമുക്ക് ഈ ലോകത്ത് കാണപ്പെട്ട ദൈവങ്ങൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. ഗുരുവായൂരപ്പനൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാണാനാവണച്ചാൽ അതിന് ഒരുപാട് നമ്മൾ വില്ലുമംഗലത്തിൽ എടുത്തു വരെയൊക്കെ എത്തേണ്ടി വരും. അതിനൊക്കെ ഒരുപാട് മുമ്പോട്ട് നമുക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ അത്രയൊന്നും ചിന്തിക്കണ്ട. നമ്മള് അച്ഛനെയും അമ്മേനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ നമ്മളെ കൂടെ ഉണ്ടാവും. കുറൂരമ്മയൊക്കെ കലത്തിൽ ഇട്ടിട്ട് അടച്ചു. എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഭഗവാനെ. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മൾ എപ്പോഴും വിചാരിക്കുക, എപ്പോഴും നമസ്കരിക്കുക. ഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചരനാരവിന്ദം കൃഷ്ണായതോ നമതിയക്ഷിരേകദാവി ദാനാനയത്വമസദോ കൃതവിഷ്ണു ഹൃദ്യാൻ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പന്റെ അടുത്ത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് അടിയുറച്ച് വിശ്വസിക്കാറായി കഴിഞ്ഞാൽ ഏതൊരാളായാലും അവന്റെ കൂടെ ഭഗവാൻ ഉണ്ടാവും. കുചേലിനൊക്കെ കഥ അങ്ങനെയല്ലേ? കുചേലിന് എന്തൊക്കെ ദാരിദ്ര്യം വന്നാലും എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഭഗവാന്റെ നാമം ജപിക്കൽ വിട്ട് അദ്ദേഹത്തിന് ഒരു കളി ഉണ്ടായിരുന്നില്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയണത് ആ കൂടെ പഠിച്ചു സഹപാഠിയാണ് എന്നുള്ളൊരു ഇത് മാത്രമേ സ്വനാമാവിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഭഗവാനോളം തന്നെ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരാളായിരുന്നു. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ നാമം ജപിക്കലാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ പണി. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ പൂജകളായാലും എന്തൊക്കെ യാഗങ്ങളായാലും ഒക്കെയും പ്രാധാന്യമുണ്ട്. എല്ലാത്തിനും അതിയായുള്ള പ്രാധാന്യമുണ്ട്. അതിലൊക്കെ ഉപരി ഈ കലികാലത്ത് ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഭാഗവതായാലും നാരായണിയായാലും രാമായണായാലും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈശ്വര വിശ്വാസം ഉണ്ടാവുക, ഈശ്വരനെ വിചാരിക്കുക, അവിടെ നമസ്കരിക്കുക, അച്ഛനമ്മമാരെ നോക്കുക, അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുക, അവരെ പരിപാലിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രവൃത്തി ആര് ചെയ്തു അവർക്ക് നല്ലത് തന്നെ ഉണ്ടാവുള്ളൂ. താൽക്കാലികമായിട്ട് ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് ആ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് എത്താൻ നാമം ജപിക്കുന്ന ഒരാൾക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഈ കഥകളെ എന്നൊക്കെ പറയുന്നത് ഇവിടെ നടന്നുള്ള സംഗതികളാണ്. നമ്മളിപ്പോ കഥകളെന്ന് പറയണമെന്നേ ഉള്ളൂ. കുറൂരമ്മയും വില്ലുമംഗലും പൂന്താനും മേൽപ്പത്തൂരും പല അവസാന കാലത്തപ്പോ എനിക്കൊക്കെ ഓർമ്മയിൽ പറയുകയാണ് ആഞ്ഞം മാധവൻ നമ്പൂരി. അദ്ദേഹം കോടാനുകോടി ജനങ്ങൾക്ക് നാമത്തിന്റെ മഹിമ അറിയിച്ചു കൊടുത്ത മഹാപുണ്യശാലിയായ മഹാഭാഗ്യവാനായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ഏറ്റവും അടുത്ത് ഇന്നും ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തില് അദ്ദേഹം വീണ വർത്തമാനം പറഞ്ഞ് നാമം ജപിച്ചുകൊണ്ട് ഇരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ അങ്ങനെയൊക്കെയുള്ള ആ തിരുനാമം, ആ നാമത്തിന്റെ മഹിമ, അത് ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത ആളാണ് ആദ്യം. അങ്ങനെയൊക്കെയുള്ള ഈ പൊന്നു ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിനോട് അതിന്റെ ഉള്ളിന്ന് പ്രഹ്ലാദ പ്രിയഹേന്ന് മേൽപ്പത്തൂര് നാരായണി എഴുതിയിട്ടാണ് ചൊല്ലിയപ്പോ അതിന്റെ ഉള്ളിന്ന് നീട്ടിട്ട് അങ്ങനെയല്ല മറ്റേ ഈ ഭക്തന്മാരുടെ ഒക്കെ പ്രിയനാണ് എന്ന് പറഞ്ഞ ആ പൊന്നു ഗുരുവായൂരപ്പനെ, ഈ ഗുരുവായൂരിന് പിന്നിൽ തിളങ്ങുന്ന ആ ഗുരുവായൂരപ്പനെ എല്ലാവരും നമസ്കരിക്കുക. അതന്നെ ആ ഭട്ടതിരിപ്പാട് തന്റെ നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയണത് ഗുരുഭവനപുരേഹം ഭാഗ്യം ജനാനാം. അപ്പൊ നമ്മളെ അച്ഛനെയും അമ്മേനെയും ആദരിക്കുക, അവർക്ക് വേണ്ടത് ചെയ്യുക, അവരെ അങ്ങേറ്റം സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവര് പറയണത് അനുസരിക്കുക. ഇതാണ് മനുഷ്യജന്മം കിട്ടിയ ഒരാൾക്ക് ഏറ്റവും ഭൂഷണമായിട്ടുള്ളതെന്നർത്ഥം. അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിക്ക് ഗുരുവായൂരപ്പന്റെ അടുത്ത് മാത്രമാണ് ഭയന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഭഗവാന്റെ നാമം എല്ലാവരും മുടങ്ങാതെ
ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസത്തെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ജപിക്കുക, അതിനവർക്ക് പോകുന്ന. ഇതിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. ഈ ലോകത്ത് സർവചരാചരങ്ങൾക്കും സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്താ സുഖിനോ ഭവന്തു, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.